മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങാവുകയാണ് മുസ്ലിം ലീഗ്. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ 36 കോടി 8 ലക്ഷം രൂപ സമാഹരിച്ചു. 22 വീടുകൾ നിർമ്മിക്കാൻ 15 ലക്ഷം രൂപ വീതം കണ്ടെത്തിയിട്ടുണ്ട്. 100 കുടുംബങ്ങൾക്ക് 8 സെന്റിൽ കുറയാത്ത സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റ് വീടും നിർമ്മിച്ചു നൽകും. വിലങ്ങാട് വീട് നഷ്ടമായവർക്ക് അടിയന്തര സഹായമായി 15,000 രൂപ വീതം നൽകാനും മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. സിനോജ്, വയനാട്ടിൽ ദുരന്തബാധിതർക്കൊപ്പം വിലങ്ങാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്കൊക്കെ മുസ്ലിം ലീഗ് സഹായവുമായി എത്തുന്നു. എന്താണ് പദ്ധതി? വിനീത, അതായത് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി, അതിനുവേണ്ടി മുസ്ലിം ലീഗ് ക്രൗഡ് ഫണ്ടിങ് ആരംഭിച്ചിരുന്നു. ആപ്പ് രൂപീകരിച്ച് അതുവഴിയാണ് പണം സമാഹരിച്ചത്. അതിൻ്റെ ആ ശേഖരണം നിർത്തിയിരിക്കുകയാണ്. ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 36 കോടി 8 ലക്ഷത്തി 11,688 ലക്ഷം രൂപയാണ്. അതായത് ഇത്രയധികം പണം മുസ്ലിം ലീഗ് ശേഖരിച്ചിരിക്കുന്നു. ഇനി ആപ്പ് വഴിയുള്ള ശേഖരണം നിർത്തിയിരിക്കുകയാണ്. ആർക്കെങ്കിലും പണം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേതാക്കളുടെ കൈവശം നേരിട്ട് നൽകാമെന്നാണ് പാണക്കാട് തങ്ങൾ ഇന്ന് അറിയിച്ചിരിക്കുന്നത്. ഇത് ചെലവഴിക്കുന്ന കാര്യങ്ങളും ഇതേ ആപ്പ് വഴി പൊതുജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുമെന്നാണ് മുസ്ലിം ലീഗ് അവകാശപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 22 വീടുകൾ പണിയാൻ വേണ്ടി ഒരു വീടിന് 15 ലക്ഷം രൂപ വെച്ച് 3 കോടി 30 ലക്ഷം രൂപയും ഒപ്പം തന്നെ 2 ഏക്കർ 31 സെന്റ് സ്ഥലവും സംഭാവനയായിട്ട് മുസ്ലിം ലീഗിന് ലഭിച്ചിട്ടുണ്ട്. 100 കുടുംബങ്ങൾക്ക് 8 സെന്റിൽ കുറയാത്ത സ്ഥലത്ത് 100 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാനും മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ പറഞ്ഞിരിക്കുന്നത് 1000 സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിക്കുമെന്നാണ്. അതേ രീതിയിൽ തന്നെ 1000 സ്ക്വയർ ഫീറ്റിൽ 100 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അതായത് സർക്കാർ പദ്ധതിയുമായി സഹകരിച്ച് സർക്കാർ കണ്ടെത്തുന്ന സ്ഥലത്തായിരിക്കും ഈ വീട് നിർമ്മിച്ച് നൽകുക. അതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി സഹകരിച്ചുകൊണ്ടായിരിക്കും മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുക. അതോടൊപ്പം തന്നെ 15,000 രൂപ വെച്ച് ഈ ദുരന്ത ഭൂമിയിലെ ആളുകൾക്ക്, അത് കൃത്യമായി കണക്ക് പറഞ്ഞാൽ 691 കുടുംബങ്ങൾക്കാണ് മുസ്ലിം ലീഗ് ഇതുവരെ 15,000 രൂപയുടെ അടിയന്തര ധനസഹായം കൈമാറിയിരിക്കുന്നത്. ആ പണം ഇതിനോടകം തന്നെ കൈമാറിയിരിക്കുന്നു. 57 വ്യാപാരികൾക്ക് 1.5 ലക്ഷം രൂപ വെച്ചും മുസ്ലിം ലീഗ് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. ഇതിന് പുറമെ വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിൽ. അവിടെയുള്ള വീട് നഷ്ടമായ കുടുംബങ്ങൾക്ക് 15,000 രൂപയും അടിയന്തരമായി നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നു. മാത്തി മാഷിന് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ നമുക്ക് നഷ്ടമായിരുന്നു. മാത്തി മാഷിന് കുടുംബത്തിന് 1 ലക്ഷം രൂപയും നൽകുമെന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനീത, ശരി. സിനോജ് തോമസ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.